നീണ്ട ചർച്ചകൾക്കൊടുവിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ സംഘർഷ കേന്ദ്രമാക്കിയ സമരത്തിന് അവസാനം. അപ്പോസ്തലിക് വികാരി മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായമായത്. പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രാവിലെ 8 മണിയോടെ സമരം അവസാനിപ്പിച്ച് ബിഷപ്പ് ഹൌസിൽ നിന്ന് വൈദികർ മടങ്ങി. സമരം ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെന്നും പ്രതീക്ഷയുണ്ടെന്നും വൈദികർ പ്രതികരിച്ചു. ഒരു മാസത്തിനുള്ളിൽ മുഴുവൻ കാനോനിക സമിതികളും കൂരികളും പുനഃസംഘടിപ്പിക്കും. വൈദികർക്കെതിരെ എടുത്ത കേസുകളിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നും ബിഷപ്പ് ഹൌസിനുള്ളിൽ നിന്ന് പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നുമുള്ള ഉറപ്പുകൾ സമരത്തിലുള്ളവർക്ക് ലഭിച്ചു. പ്രശ്നപരിഹാരത്തിന് 1 മാസത്തെ സമയമാണ് ആർച്ച് ബിഷപ്പ് തേടിയിട്ടുള്ളത്. ഈ മാസം 20-ന് തുടർ ചർച്ചകൾക്ക് തുടക്കമാകും. പ്രശ്നപരിഹാരത്തിന് തുടക്കമായതായി ചർച്ചകൾക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അറിയിച്ചു. കളക്ടർ നടത്തിയ രാത്രിയിലെ ചർച്ചകൾ വഴിമുട്ടിയതോടെ ചികിത്സാർത്ഥം തലശ്ശേരിയിലേക്കുള്ള യാത്രയിലായിരുന്ന മാർ പാംപ്ലാനി തൃശൂരിൽ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചെത്തി. സമരത്തിലുള്ള 21 വൈദികരുമായി ചർച്ച നടത്തിയതോടെയാണ് സമരം അവസാനിപ്പിക്കാൻ ധാരണയായത്. വൈകിയ വേളയിൽ നടന്ന ചർച്ചകളിലും പ്രതീക്ഷയുണ്ടെന്ന് സമരം അവസാനിപ്പിച്ചു മടങ്ങിയ വൈദികർ പറഞ്ഞു. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രശ്നപരിഹാര നീക്കങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ഫാദർ രാജൻ പുന്നക്കൽ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് സാറിൻ്റെ ഇടപെടൽ വഴി അഭിവന്ദ്യ പാംപ്ലാനി ജോസഫ് പിതാവുമായി ഞങ്ങൾ 21 പേരുമായി ഒരു ചർച്ച നടത്തി. 10:30 ഞങ്ങൾ മീറ്റിങ്ങിന് ഇരുന്നു. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ഞങ്ങൾ ഏറ്റവും അടിയന്തരമായ ഏതാണ്ട് 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ പിതാവിനോട് അവതരിപ്പിച്ചത്. അടുത്ത ഒരു ഘട്ടത്തിൽ ചർച്ച 20-ാം തീയതി അല്ലേ 20-ാം തീയതി പിതാവിൻ്റെ ഒരു ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകും. അതെ, വളരെയധികം പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ സഭാ നേതൃത്വത്തിലെ ജോർജ് ആലഞ്ചേരിയും ബോസ്കോ പുത്തൂരും ആൻഡ്രൂസ് താഴത്തും ഉൾപ്പെടെയുള്ളവരാണെന്നാണ് വൈദികരുടെ ആരോപണം. സമരരംഗത്തുള്ള വൈദികരെ ശനിയാഴ്ച പുലർച്ചെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ നടത്തിയ ശ്രമത്തിനിടെ ആരംഭിച്ച സംഘർഷം വിശ്വാസികളും വൈദികരും പോലീസുമായുള്ള കയ്യാങ്കളിയിലായിരുന്നു കലാശിച്ചത്. ജനം, കൊച്ചി.